Hello guys, I am Aditya. Appa ellarkkum sugamaanennu vishwasikkunnu. Appa ellarkkum Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും Flipkart യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാറുള്ളവരാണ്. ഇങ്ങനെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ ലിങ്ക് വഴി മറ്റുള്ളവർ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിച്ചാലോ? അത്തരത്തിലുള്ള ഒരു കിടിലൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഏൺലി. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഏൺലി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതായത് ബിഡ് ചെയ്ത് പ്രോഡക്ട്സ് വിൻ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള TV ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ വഴി സാധിച്ചാലും അടിപൊളിയായിരിക്കുമല്ലേ? അത്തരത്തിലുള്ളൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് Bzinga. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ബിഡ് ചെയ്ത് പ്രോഡക്ട്സ് വിൻ ചെയ്യാൻ സാധിക്കും. സോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നേരെ പോയി അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നേരെ നിങ്ങളുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മുടെ Bzinga ആപ്ലിക്കേഷൻ നേരെ അങ്ങ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു ഐക്കൺ കാണാൻ പറ്റും. സോ അതിലും ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും, ഒപ്പം തന്നെ പിൻ കോഡും ചോദിക്കും. അത് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് നേരെ അങ്ങ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചോദിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കും. സോ ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. കുറച്ചും താഴേക്ക് നോക്കുവാണെങ്കിൽ കുറേയധികം പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഇവിടെ JBL ഒരു TWS ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴെയായിട്ട് കാണുന്ന പ്ലേസ് ബിഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. അവിടെ താഴെയായിട്ട് പ്ലേസ് മൾട്ടി ബിഡ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അവിടെ മുകളിലായിട്ട് പ്ലേസ് ബിഡ്സ് എന്ന് പറയുന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. അതിനകത്ത് ഞാൻ 500 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന ഫ്രം എന്ന് പറയുന്ന ബോക്സിൽ ₹1 മുകളിലുള്ള ഏതൊരു വാല്യൂ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം പോയിൻ്റ് സംഖ്യ വേണം എൻ്റർ ചെയ്യാൻ. ഞാൻ എന്തായാലും ഇവിടെ 1.73 എന്ന് പറയുന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന ടില്ലെന്ന് പറയുന്ന ബോക്സിൽ നമുക്ക് 6.72 മുകളിലുള്ള ഏതൊരു വാല്യൂ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും അവിടെ ഒരു 8.53 എന്ന് പറയുന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് താഴെയായിട്ട് കാണുന്ന പ്ലേസ് മൾട്ടി ബിഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര ടിക്കറ്റ്സ് ആവശ്യമാണെന്ന്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് മൾട്ടി ബിഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. സോ ഇത്തരത്തിലാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ബിഡ് ചെയ്ത് പ്രോഡക്ട്സ് വിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കളിക്കുക. ഒപ്പം തന്നെ Bzinga ആപ്പ് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഏൺലി എന്ന് പറയുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഏൺലി എന്ന് പറയുന്ന ആപ്ലിക്കേഷനും വെബ്സൈറ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് ഏൺലി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു സൈനപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നേരെ ഞാൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സൈനപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഗെറ്റ് സ്റ്റാർട്ടർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ മുകളിലായിട്ട് കാണുന്ന ജോയിൻ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൈനപ്പ് ചെയ്യാൻ ചോദിക്കും. സോ അതിന് വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്യുക. എന്നിട്ട് ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഇൻഫോർമേഷൻസ് ആണ് ചോദിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് I agree എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകും. അവിടെ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലെ ലിങ്ക് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ടെലഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക. ഈ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. സോ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഫ്ലിപ്കാർട്ട് മാത്രമല്ല അജിയോ, മിന്ത്ര പോലുള്ള ഒരുപാട് അനേകം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവയുടെയൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതായത് ഏൺലിയിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 25 rupees ഒരു സൈനപ്പ് ബോണസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ ഏൺ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഏൺ ചെയ്ത എമൗണ്ട് എങ്ങനെയാണ് വിഡ്രോ ചെയ്തെടുക്കുന്നതെന്നല്ലേ? അതിനുവേണ്ടി താഴെ കാണുന്ന വിഡ്രോ എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം.
ഈ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ വൗച്ചേഴ്സ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ വാലറ്റ്സ് എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ആൻഡ് പേ ബിൽസ് എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് യൂസ് ചെയ്ത് മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോഡക്ട്സിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഫ്ലിപ്കാർട്ടിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഏൺലിയിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ക്രിയേറ്റ് ഇൻകം ലിങ്ക് ആൻഡ് സ്റ്റാർട്ട് ഏണിംഗ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് ലിങ്ക് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ലിങ്ക് ജനറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ലിങ്ക് ജനറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലാണ് ഈ ഏൺലി വഴി നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റുള്ളവരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് കാണുന്ന റെഫറൻഡ് ആണെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് സൈനപ്പ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം അവർ ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 10% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. സോ ഏൺലി എന്ന പ്ലാറ്റ്ഫോമിലേക്ക് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് എന്താണ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.